സുഹൃത്തെ, നമ്മളെല്ലാം ബിലീവ് ഇൻ യുവർ സെൽഫ് എന്ന് പറഞ്ഞൊരു കൊയറ്റ് കേട്ടിട്ടുണ്ടല്ലേ? അതിന് ഒരു യഥാർത്ഥ ഉദാഹരണം പറയുകയാണെങ്കിൽ അത് സൊഹ്റാൻ മംദാനിയുടെ കഥയാണ്. കഥ കേട്ടു നോക്കൂ. വർഷം 1991. ഉഗാണ്ടയിലെ ഒരു ചെറിയ ഗ്രാമത്തിലാണ് സൊഹ്റാൻ മംദാനി ജനിക്കുന്നത്. പാരന്റ്സ് രണ്ടുപേരും ഇന്ത്യൻസ് ആണ്. ന്യൂയോർക്കിലെ ഒരു ചെറിയ വാടക വീട്ടിലാണ് സൊഹ്റാൻ മംദാനി വളരുന്നത്. അവിടെ തന്നെ സ്കൂളിങ്ങും കോളേജും ചെയ്തു. അതിനുശേഷം പൊളിറ്റിക്സിലേക്ക് സൊഹ്റാൻ മംദാനി കടക്കുകയാണ്. പൊളിറ്റിക്സിലേക്ക് ഇറങ്ങുമ്പോൾ ആ ചെറുപ്പക്കാരന് ഒരു തരത്തിലുള്ള പ്രിവിലേജസ് ഇല്ലായിരുന്നു. സുഹൃത്തെ, ഞെട്ടിക്കുന്ന കാര്യം, പൊളിറ്റിക്സിൽ ഇറങ്ങിയ സൊഹ്റാൻ മംദാനി ജയിക്കാനുള്ള ചാൻസ് വെറും 1% മാത്രമേ ഉള്ളൂ എന്ന് എല്ലാ സർവേ റിപ്പോർട്ടുകളും പറഞ്ഞു. എന്നാലും ആ ചെറുപ്പക്കാരൻ്റെ കയ്യിൽ ആകെ കൈവശമുള്ളത് ആത്മവിശ്വാസമായിരുന്നു. ക്യാമ്പയിൻ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു പൈസ ഇല്ല, ടീമില്ല, നോക്കാൻ ഒരു മൈൻഡ് ചെയ്യാൻ പോലും ആരുമില്ല. എന്നാൽ സൊഹ്റാൻ ഇറങ്ങി നടന്നു. അവിടുത്തെ ജനങ്ങളോട് നേരിട്ട് സംസാരിച്ചു. സോഷ്യൽ മീഡിയയിൽ തൻ്റേതായിട്ടുള്ള ഒപ്പീനിയൻസ് പറഞ്ഞു തുടങ്ങി. അങ്ങനെ പതിയെ ആൾക്കാർ ആ വ്യക്തിയെ ശ്രദ്ധിച്ചു തുടങ്ങുകയാണ്. പോപ്പുലാരിറ്റി പതുക്കെ വർദ്ധിച്ചതോടെ വിമർശനങ്ങളും വന്നു തുടങ്ങി. എങ്ങനെയൊക്കെ വിമർശിക്കാവോ അങ്ങനെയെല്ലാം ഈ ചെറുപ്പക്കാരനെ വിമർശിക്കുകയാണ് പല ആൾക്കാരും. എന്നാൽ ആ വിമർശനങ്ങൾ ഒന്നും വകവയ്ക്കാതെ സൊഹ്റാൻ മംദാനി ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കുകയും ജനങ്ങളുടെ ഉന്നമനത്തിനായുള്ള ഐഡിയാസ് വെച്ചുകൊണ്ടേയിരുന്നു. സുഹൃത്ത്, അങ്ങനെ അവസാനം എല്ലാ സർവേകളും തെറ്റിച്ചുകൊണ്ട് സൊഹ്റാൻ മംദാനി ന്യൂയോർക്കിന്റെ മേയറായി മാറുകയാണ്. സുഹൃത്തെ, അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ബിലീവ് ഇൻ യുവർ സെൽഫ്.